കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ കേൾപ്പിക്കാം. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു വേദാംശത്തിലേക്ക് ആമേൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം തിരിക്കുന്നു. കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. ആമേൻ. അത് ഓർത്ത് കർത്താവിന് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഏൽപ്പിച്ച് നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആമേൻ. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 70 ആമേൻ 4-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. സ്തോത്രം. വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തൻ്റെ ജനത്തിന് വേണ്ടിയത് ദൈവം നൽകാൻ ആമേൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലൊക്കെയാണ് തൻ്റെ ജനം കടന്നു വരുന്നത്. സ്തോത്രം. ആമേൻ. ഏകദേശം 1-2 പേരല്ല, 30 ലക്ഷത്തോളം വരുന്ന ജനം വലിയൊരു ആരവം പോലെ വലിയ സൈന്യമായിട്ട് അവർ കടന്നു വരികയാണ്. ആമേൻ. കിലോമീറ്ററുകൾ താണ്ടി അവർ ആമേൻ നടന്നു വരുമ്പോൾ തന്നെ അനേക നദികൾ അവരെ മുറിച്ചു കിടക്കേണ്ടി വന്നു. അനേക തോടുകൾ അവരുടെ മുമ്പിൽ താളടിയായി. അനേക ഉറവുകൾ തന്നെ അവർ സ്തോത്രം കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾ ആ ഉറവുകളെയൊക്കെ അടച്ചു മൂടി. ആഹാരം പോലും കിട്ടാതെ മരുഭൂമിയിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാനൊരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. അവിടെ വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞു. 14 വാക്യം പറയും, ദിവ്യാദാന്റെ തലകളെ നീ എന്ത് ചെയ്തു? തകർത്തു. മരുഭൂവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. സ്തോത്രം. നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു. മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. കണ്ടോ?
തൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകളും ശക്തിയേറിയ ദൈവത്തിൻ്റെ മഹത്വവും അവിടെ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും തടയാൻ കഴിയാത്ത ഒരു വലിയ ദൈവ നിയോഗത്തിൽ കൂടെ ജനത്തെ ദൈവം നടത്തുകയാണ്. ആമേൻ. പലപ്പോഴും വഴികളെ തടഞ്ഞു കളയുന്ന ചില അന്യാരാധന ശക്തികൾ, പലപ്പോഴും വഴികളെ മുടക്കിക്കളയുന്ന പോരുകൾ. എന്നാൽ ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, ദിവ്യാദാന്റെ തലകളെ ആമേൻ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തകർത്ത് കളഞ്ഞു. സ്തോത്രം. തകർത്തും കളഞ്ഞു, ഉടച്ചും കളഞ്ഞു. കാരണം ജനത്തെ തടസ്സപ്പെടുത്തുവാൻ, അവരുടെ യാത്രകളെ അവരെ ഉടച്ചു കളയാൻ നദിക്കടിയിൽ പതിയിട്ട് കിടക്കുന്ന ദിവ്യാദാൻ ആർക്കും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ്, എന്നെ ആർക്കും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിയോടെ വെള്ളത്തിനടിയിൽ പതിയിട്ട് കിടന്ന ആ ദിവ്യാദാനെ കണ്ടുപിടിച്ച് അവൻ്റെ തലകളെ ഉടച്ചു കളഞ്ഞ ഒരു ദൈവമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. ദൈവപൈതലേ, നിന്റെ വിഷയം ഏതായിരിക്കട്ടെ, അവിടെ വായിച്ച വേറെ ഒരു മീനിൻ്റെ തലയോ തിമിംഗലങ്ങളുടെ തലകളോ മാത്രമല്ല അവിടെ തകർത്ത, ദിവ്യാദാന്റെ തലകളാ. അപ്പോൾ ഇവൻ നിറം മാറി, ഗുണം മാറി, വേഷം മാറി, തലവരെ മാറ്റി തിമിംഗലങ്ങളുടെ തലകളെ അവനെ ഫിറ്റ് ചെയ്ത് ആ രൂപം മാറി അവൻ വാൾ മാറാട്ടം നടത്തിയെങ്കിലും ദൈവം അവനെ കണ്ടുപിടിച്ചു. സ്തോത്രം. അവൻ്റെ പേരിനെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങളുടെ തലയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മത്സ്യത്തിൻ്റെ തലയൊന്നും അല്ല അവിടെ, അത് ദിവ്യാദാന്റെ തലകളെ തന്നെ നീ എന്ത് ചെയ്തു? തകർത്തു. സ്തോത്രം. തിമിംഗലങ്ങൾ മാത്രമല്ല, അവൻ്റെ വേഷം മാറിക്കിടന്നതാ. അവനെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ കണ്ടുപിടിക്കില്ല എന്ന് അവൻ വിചാരിച്ചപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. കേട്ടോ, പലപ്പോഴും നിന്നെ തകർത്ത് കളയുവാൻ, കുടുംബത്തെ ഉടച്ചു കളയുവാൻ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ഇല്ലാതായി കളയാൻ ശത്രു വളരെ പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ പോലും അറിയാതെ ചിലതിനെ തകർത്ത് കളയുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 14-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 14-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ, മോശ കടലിന് മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശത്രു കെട്ടിയടയ്ക്കുന്ന സകല പോരുകളെയും ദൈവം മാറ്റാൻ സർവശക്തനാണ്. കേട്ടോ, കർത്താവിൻ്റെ കരുത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇവിടെ വായിച്ച വാക്യം ഇതാണ്, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, ദിവ്യാദാന്റെ തലകളെ നീ തകർത്തു. തകർത്ത ശേഷം അതിനെ ആഹാരമാക്കി ദൈവം മരുഭൂമിയിലെ ജനത്തിന് കൊടുത്തു. സ്തോത്രം. അതിന് ആഹാരമായി കൊടുത്തു. അതിനെ ഭക്ഷിപ്പാൻ കൊടുത്തു. ശത്രുവിനെ തകർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചിലതൊക്കെ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുപ്പാൻ സഹായിക്കണം. അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.